അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നൂർ ഫാത്തിമയും ഉസ്താദും അതാ നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി 1 മണിക്കൂർ കൂടി യാത്ര ചെയ്താൽ നൂർ ഫാത്തിമയുടെ വീടെത്തും. ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പടച്ചോനെ, എന്താപ്പോ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തിരിച്ചു വരണ്ടാന്ന്. അല്ലെങ്കിലും കണ്ടില്ലേ, ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഈവനിങ് ആയി. ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് എന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല. ഞാൻ തനിച്ചാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവളെ ഇവിടെ വിട്ടിട്ട് പോകാൻ അതും പറ്റില്ല. പിന്നെയെന്ന് വെച്ചാൽ തിരിച്ച് ഇന്ന് നൂറിനെയും കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ ഹേയ്, അത് നടക്കൂല, അവൾക്ക് കഴിയൂല. ഇപ്പോഴന്നെ സീറ്റിലിരുന്നിട്ട് അങ്ങോട്ട് എണീക്കാൻ കഴിയാത്ത രീതിയിൽ അവൾ പറയാണ്, നാഫിക്ക, എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. അതുകൊണ്ട് എൻ്റെ കൈ പിടിച്ചിട്ടാണ് അവൾ എഴുന്നേറ്റത് തന്നെ. പാവം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും, ബുദ്ധിമുട്ടുന്നുണ്ടാവും. എന്തപ്പോൾ ചെയ്യുക, ഇത്ര ലോങ് ആയില്ലേ. പിന്നെ അവളുടെ മമ്മയും പപ്പയും കാണണമെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കാഞ്ഞാൽ അതും പറ്റില്ലല്ലോ. അവളുടെ സന്തോഷമാണല്ലോ ഇപ്പോൾ നോക്കേണ്ടത്. അതുതന്നെയാണ് എനിക്ക് വലുതും. അതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടിയെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാനിതിനു വേണ്ടി പുറപ്പെടുന്നത്. സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലമെത്തിയപ്പോഴെല്ലാം നൂർ ഫാത്തിമ അവിടെ നിർത്തുവാൻ വേണ്ടി പറയും. അങ്ങനെ നൂർ ഫാത്തിമ അവിടെ വെച്ച് നമസ്കരിച്ചിട്ടാണ് ബാക്കി യാത്ര തുടർന്നിരുന്നത്. അങ്ങനെയാകുമ്പോൾ അല്പം ആശ്വാസമുണ്ട്. കാരണം കുറച്ചൊരു ശരീരം ഒരഴയാനും ഒരു ചാൻസാണല്ലോ. മറ്റത് ആ ഇരിപ്പ് വണ്ടിയിൽ ഉസ്താദ് സീറ്റൊക്കെ താഴ്ത്തി അവളോട് ചാരി കിടക്കാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ നിർത്തി റെസ്റ്റ് എടുത്തിട്ടാണ് പോയിരുന്നത്. അത് ഉമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു, മോനെ, പിന്നെ ഒറ്റയടിക്കങ്ങ് വീശിയടിച്ച് പോകരുത് കേട്ടോ. അത് നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ സാവധാനത്തിൽ പോയാൽ മതി. ഇന്നെന്തായാലും നിങ്ങളിങ്ങോട്ട് വരണ്ട. അതായത് ഇന്ന് റിലാക്സ് ആയിട്ട് ഇനി നാളെ പോന്നാൽ മതി. അതായിരിക്കും നല്ലത്. ഉമ്മ പറഞ്ഞ ആ വാക്കുകൾ നാഫി ഉസ്താദ് ഓർത്തു. എൻ്റെ നൂറേ, എന്താ ക്ഷീണമുണ്ടോ? ഹേയ് ഇല്ലക്ക, ഇനിയിപ്പോൾ 1 മണിക്കൂറല്ലേ, ഇനിയിപ്പോൾ നിർത്തൊന്നും വേണ്ട. അതല്ലേ ഉമ്മ ഇങ്ങനെ പറഞ്ഞത് ആലോചിച്ചിട്ട് എനിക്ക് ഉമ്മക്കല്ലെങ്കിൽ ഭയങ്കര കെയറിങ് ആണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നേരത്തെ അവിടെ നിർത്തിയതല്ലേ. നൂർ ഫാത്തിമ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? അത് ഞാൻ അവിടെ പുറത്ത് എവിടെയെങ്കിലും റൂം എടുത്ത് നിന്നോളാം കേട്ടോ. അതായിരിക്കും നല്ലത്. നീ ഇന്ന് മമ്മയുടെയും പപ്പയുടെയും കൂടെ നിൽക്ക്. എന്നിട്ട് നാളെ ഞാൻ നിന്നെ കൂട്ടാൻ വരാം. ഞാൻ ഇന്ന് ജസ്റ്റ് നിന്നെ അവിടെ ആക്കി തന്നിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് പോയിക്കോളാം. ഞാൻ അവിടെ നിൽക്കുമ്പോഴേ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളും ഖുർആൻ പാരായണവും അതൊക്കെ നമുക്ക് മുടങ്ങാതെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ ആ വീട്ടിൽ വെച്ചാകുമ്പോൾ അവർക്കത് എന്താ ഇക്ക നിങ്ങളീ പറയുന്നത്? അതൊന്നും യാതൊരു കുഴപ്പമില്ല, അതിനെന്താ? അല്ല നൂർ ഫാത്തിമ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ വന്നിട്ട്, ഒരു മുസ്ലിംസിൻ്റെ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും ബൈബിള് വായിക്കുക, രാമായണം വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ലേ മനസ്സിന്? ആ ഒരു പ്രയാസം അവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ നൂർ ഫാത്തിമ, ഞാൻ നിന്നോട് പറയാണ്, എൻ്റെ പെണ്ണ് ഇന്ന് അവിടെ നിന്നോളൂ. എന്നിട്ട് നമുക്ക് നാളെ തിരിച്ചു പോകാം. അതല്ല, എന്നെ വിട്ട് നിൽക്കാൻ നിനക്ക് പ്രയാസമാണെങ്കിൽ നമുക്ക് 2 പേർക്കും റൂം എടുത്തിട്ട് നിൽക്കാം. മമ്മയും പപ്പയും കണ്ട് സംസാരിച്ചിട്ട് രാത്രിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം. ഓക്കെ? അതല്ല നല്ലത്? നാഫിക്ക, എന്തെങ്ങനെയൊക്കെ പറയുന്നത്? അല്ലടി, എനിക്കേ ഒന്നുമില്ലെങ്കിൽ അവർ ക്രിസ്തീയ ആചാരങ്ങൾ കൊണ്ട് നടക്കുന്നൊരു വീടല്ലേ, ക്രിസ്ത്യൻസ് ഹൗസല്ലേ. അപ്പോൾ ആ വീട്ടിൽ ഒരു മുസ്ലിമായ മതപണ്ഡിതനായ ഉസ്താദായ ഞാൻ അവിടെ പോയിട്ട് താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, ശരിയാണ്. പക്ഷേ നമുക്ക് ചെല്ലാനുള്ളതും പറയാനുള്ളതൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവരുടെ വീട്ടിൽ വെച്ചാകുമ്പോൾ അവർക്കൊരു പ്രയാസമായി തോന്നും. അതുകൊണ്ടാണ്. എൻ്റെ പൊന്നു നാഫിക്ക, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇനി ഞാനൊന്നും പറയുന്നില്ല. കാരണം എനിക്കിഷ്ടം നിങ്ങൾ എൻ്റെ കൂടെ അവിടെ നിൽക്കുന്നതാണ്. അതുമല്ല, അന്ന് മമ്മയും പപ്പയും പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങളെയും കൂട്ടി വരാനായിട്ട്. നൂർ ഫാത്തിമ, എന്താണെന്നറിയില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്കെന്തോ ഒരു നാണം തോന്നുകയാണ്.
അറിയില്ല, അത് സാരല്ല, നിൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. നീ നിൻ്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ വിളിക്ക്, എന്നിട്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം. അതായിരിക്കും നല്ലത്. നിന്നെ അവിടെ സേഫ്റ്റിയായി ഞാൻ എത്തിച്ചു തരും, അവരോട് സംസാരിക്കും, എന്നിട്ട് ഞാൻ പോരും പുറത്തേക്ക് കേട്ടോ. ഇഷ്ടം പോലെ റൂം കിട്ടാനുണ്ടല്ലോ, ഞാൻ അവിടെ ഒന്ന് തങ്ങിക്കോളാം, കുഴപ്പമില്ല. നാഫിക്ക, അപ്പോൾ എന്നെ വിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? എന്ത് ചെയ്യുക അല്ലാതെ, എന്ന് ഞാൻ പറഞ്ഞല്ലോ നീ എൻ്റെ കൂടെ പോരെന്നുള്ളത്. എനിക്ക് സത്യമായിട്ടും എൻ്റെ പെണ്ണെ അവിടെ നിൽക്കാൻ അല്പം പ്രയാസമാണ്. നമ്മൾ ആ സമയത്ത് 4 മണിക്കൊക്കെ എണീറ്റ് ലൈറ്റൊക്കെ ഇട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അത് അവർക്കൊക്കെ ഒരു പ്രയാസമായിരിക്കും. എൻ്റെ പൊന്നാര നാഫിക്ക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പറഞ്ഞാൽ മതി അതിനെക്കുറിച്ചൊക്കെ. റൂമൊക്കെ അവിടെ സെറ്റാണ്. നിങ്ങളോടും എന്നോടും ഒരുമിച്ച് താമസിക്കാൻ വരാൻ വേണ്ടി പറഞ്ഞതായിരുന്നു മമ്മയും പപ്പയും. പിന്നെന്താ? അപ്പോൾ എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളൂല്ലേ? ആയിക്കോട്ടെ, എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ? അപ്പോൾ എന്നോട് സ്നേഹമില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ എത്ര ദിവസം ഒറ്റയ്ക്ക്? അത് പിന്നെ അങ്ങനെയല്ലല്ലോ. ഇതെന്ന് വെച്ചാലേ, നീ ഒന്ന് ആലോചിക്ക്. ഞാനൊരു മുസ്ലിമായ ആളാണ്, ഒരു ക്രിസ്ത്യൻ ഹൗസിൽ വന്നിട്ട് നമ്മളെ ആരാധനാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ. നാഫിക്ക, അതിന് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചാൽ പോരെ? എടി പെണ്ണെ, പള്ളിയിൽ പോയി നിസ്കാരം മാത്രമല്ലല്ലോ നമുക്കുള്ളത്, നമുക്ക് എന്തൊക്കെ ചൊല്ലി പറയാനും ഇതൊക്കെയുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടിലാവുമ്പോഴേ അവർക്കൊരു പ്രയാസമായിരിക്കും. ഒരിക്കലുമില്ല. നോക്കട്ടെട്ടോ, അതിനനുസരിച്ച് നീ ഒന്നും വിചാരിക്കരുത് എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്നോ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ മനസ്സിനുള്ളിലത്തെ ഇത് പറയാണ് ഞാൻ, അല്ലാതെ വേറൊന്നുമല്ല. ഇക്ക, ഇനി 1/2 മണിക്കൂർ കൂടിയുള്ളൂ കേട്ടോ യാത്ര. ഓഹ്, നാഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആ പെണ്ണെ പിന്നെ ഒന്നും വാങ്ങിയില്ലല്ലോ. അതൊന്നും വേണ്ട നാഫിക്ക, അവിടെ പാരാ. അത് പറഞ്ഞാൽ പറ്റില്ല. ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലതാ ഉസ്താദ് കാറ് പാർക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് ഇറങ്ങി. പക്ഷെ നൂർ ഫാത്തിമയ്ക്ക് അതിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അതെ, ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്നിട്ടോ എന്തെന്നറിയില്ല. നൂർമോളെ, എന്താ എണീക്കാൻ കഴിയുന്നില്ലേ? ദാ എൻ്റെ കൈ പിടിക്ക്. ഉസ്താദിൻ്റെ കൈ അവൾക്ക് കൊടുത്തു. ഉസ്താദ് ശക്തമായി അവളെ അങ്ങ് പൊന്തിച്ചെടുക്കുന്നു. ഓ, സത്യം പറഞ്ഞാൽ ഒരു വല്ലാതെ അങ്ങ് വേദന വന്നു. സാരല്ല, വാ, ഒന്ന് നമുക്ക് ജസ്റ്റ് നടക്കുക, എന്നിട്ട് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാം, അതായിരിക്കും നല്ലത്. ഉസ്താദ് നൂർ ഫാത്തിമയുടെ കൈ പിടിച്ച് പതുക്കെ നടത്തി. കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. ഒന്നുമില്ല ഇക്ക, അതേ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് എനിക്കൊരു പ്രയാസം തോന്നുന്നത്. സാധാരണ രീതിയിൽ നടക്കുകയാണെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല, നടക്കുകയാണെങ്കിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇരുന്ന് കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ ഒരു പ്രയാസം, അതാണ്, വേറൊന്നുമില്ല. എൻ്റെ പെണ്ണെ, നീ എനിക്ക് വേണ്ടി എത്ര ത്യാഗമാണല്ലേ സഹിക്കുന്നത്. വെറുതെയല്ല, ഉമ്മയുടെ കാൽപ്പാടിലാണ് സ്വർഗമെന്ന് പറയണത്. കാരണം അത്രക്കും ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ടൈമിനുള്ളിൽ എത്രമാത്രം നീ അനുഭവിച്ചു. ആ ഫസ്റ്റ് ടൈം ഛർദിയും കാര്യങ്ങളും, ഭക്ഷണം വേണ്ടായിക, അങ്ങനത്തെ രീതിയിലുള്ളത്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇരിക്കാനും നടക്കാനും പറ്റാത്തൊരവസ്ഥ. പാവം, എല്ലാ ഉമ്മമാരെയും സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഉമ്മയുടെ കാൽപ്പാടിലാണ് സ്വർഗ്ഗം എന്ന് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം. അത്രക്കും ത്യാഗങ്ങളെ സഹിക്കുന്നത് കൊണ്ട് തന്നെ. നൂറേ, ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് വല്ലതും? നടക്കാൻ പ്രയാസമുണ്ടോ? നാഫിക്ക, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. യാത്രയൊന്നും ചെയ്യാൻ അധികം കഴിയുന്നില്ല. യാത്ര ചെയ്യുമ്പോഴേ, ലോങ്ങൊക്കെ പോകുമ്പോഴേ ഇരിക്കുമ്പോഴാണ് പ്രയാസം. അത് കേട്ട് ഉസ്താദിന് സങ്കടമായി. എൻ്റെ നൂർമോളെ, അത് എനിക്ക് വേണ്ടി നീ എത്ര കഷ്ടപ്പെടുന്നുല്ലേ. ഞാനല്ലേ ഇതിനൊക്കെ കാരണക്കാരൻ. പാവം ഉസ്താദേ, അതൊക്കെ എല്ലാ പെണ്ണുങ്ങളും അനുഭവിക്കുന്നത് തന്നെയാണ്, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് വരുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഒരിക്കലും ബുദ്ധിമുട്ടെന്ന് പറയുന്നില്ല, അതൊരവസ്ഥയാണ്. നമ്മളൊരു ഉമ്മയാകാൻ പോകുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതിനു വേണ്ടി ശരീരമൊക്കെ ഒരുങ്ങണമല്ലോ, അതൊക്കെ ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. നാഫി ഉസ്താദ് നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ പെണ്ണെ, എനിക്ക് വേണ്ടി നീ എത്ര ത്യാഗം സഹിച്ചു, എത്ര സഹിക്കുന്നു അല്ലേ. പടച്ച റബ്ബ് നിനക്ക് അതിനുള്ള പ്രതിഫലമൊക്കെ നൽകൂട്ടോ. ഒരു പേടിയും പേടിക്കണ്ട. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് മുലയൂട്ടിയാലൊക്കെ ഉള്ള പ്രതിഫലം നിനക്കറിയില്ലേ.
ഒരുപാടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ നിനക്കൊരു ക്ലാസ് എടുത്തു തരാം. പിന്നെ അതെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത്രക്കും പ്രതിഫലമാണ് മോളെ, അത്രക്കും ത്യാഗം സഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ഉസ്താദ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. നാഫിക്ക, ഒന്നും വേണ്ട, കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിയാൽ മതി. ആ, അതൊക്കെ ഞാൻ വാങ്ങിക്കോളാം, നീ ഇവിടെ ഇരിക്കേ. വേണ്ട നാഫിക്ക, ഇനി ഇരുന്നാലേ എനിക്ക് എഴുന്നേൽക്കാൻ ഒരു പ്രയാസം തോന്നും. നടക്കുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല. ആ, എന്നാൽ എൻ്റെ കൂടെ വാ. അങ്ങനെ അതാ ഉസ്താദ് നൂർ ഫാത്തിമയെ കൊണ്ട് ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും പലഹാരങ്ങളും ഫ്രൂട്ട്സുമെല്ലാം വാങ്ങുന്നു. മതി നാഫിക്ക, ഇനിയൊന്നും വേണ്ട, വേണ്ടായിട്ടാണ്. ഹേയ് പെണ്ണെ, നമ്മൾ അങ്ങോട്ട് പോവല്ലേ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ പോവുക, അപ്പോൾ വെറുതെ അങ്ങ് കയറി ചെല്ലാൻ പറ്റുമോ? നീ എന്തീ പറയുന്നത്? നാഫിക്ക, അവിടെ ആരും ഇല്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ മോളായിട്ട്, പിന്നെ മമ്മയും പപ്പയും. ആ പിന്നെ നാഫിക്ക, മമ്മ പറഞ്ഞിരുന്നു വീടിൻ്റെ അടുത്ത് ഒരു മുസ്ലിം സ്ട്രീം വന്നിട്ടുണ്ടെന്നുള്ളത്. ആണോ? ഓഹോ, അവിടെ ആ ഭാഗത്ത് കാര്യമായിട്ട് ക്രിസ്ത്യൻസ് ആണല്ലോ അല്ലേ? അതെ, ആദ്യമൊക്കെ മുസ്ലിംസ് ഹൗസിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളെ വീട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിബിദിനത്തിൻ്റെ സമയത്ത് അതിൽ ഘോഷയാത്ര വരുമ്പോൾ എൻ്റെ മമ്മ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കി ആ കുട്ടികൾക്കും ഉസ്താദുമാർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. അത് മമ്മക്കൊരു ഇഷ്ടമായിരുന്നു. പിന്നെ അവിടുന്ന് പോകുന്നതിന് ശേഷം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു മുസ്ലിം ടീം എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വാടകയ്ക്കാണെന്നാ പറഞ്ഞു കേട്ടത്. പാവങ്ങളാണത്രേ. കൂലിപ്പണിക്കാരനായ ഉപ്പയാണ്. 5-4 മക്കളുണ്ട്. ചെറിയ ചെറിയ മക്കളാണ്. പാവം ഒരു പെണ്ണാണ്. അവർ വീട്ടിൽ വന്ന് പറയുമത്രേ, ഞാൻ നിങ്ങളെ വീട്ടിൽ സഹായിക്കാൻ വരട്ടെ, ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞു. മമ്മ പാവം അവരെ സഹായിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട്. അവരുടെ ഭർത്താവിനാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ജോലി ഉണ്ടാവുള്ളൂന്നോ, വയ്യാത്ത ആളാണത്രേ. വാടകയ്ക്കും പാവല്ലേ. അങ്ങനെയുണ്ടല്ലോ ഓരോ ജീവിതങ്ങൾ. എടേ, നമ്മളൊക്കെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 100 വട്ടം പറഞ്ഞാലും മതിയാവില്ല. കാരണം നമ്മൾക്കൊക്കെ അത്ര സൗകര്യങ്ങളും കാര്യങ്ങളാണ് പടച്ച റബ്ബ് തന്നിട്ടുള്ളത്. ഓരോരുത്തരുടെ സ്ഥിതി വരെ അറിഞ്ഞാൽ കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥ. പാവം. നൂർ ഫാത്തിമയും നാഫി ഉസ്താദും സാധനങ്ങളെല്ലാം വാങ്ങി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നു. വണ്ടിയുടെ ഡിക്കി തുറന്ന് സാധനങ്ങളെല്ലാം ഉസ്താദ് അതിലേക്ക് വെച്ചു. നൂർ ഫാത്തിമ കാറിൽ കയറിയിരുന്നു. ഉസ്താദ് കാർ സ്റ്റാർട്ടാക്കി യാത്ര തുടർന്നു. ഇനിയിപ്പോൾ 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. ഓഹ്, അതൊക്കെ ഇനി ഇപ്പോൾ എത്തും. അതെ, സമയം ഏകദേശം ഇരുട്ടായി തുടങ്ങിയില്ലേ. നമ്മളതിന് ഇറങ്ങിയും കയറിയൊക്കെയല്ലേ വരുന്നത്. പിന്നെ അവിടുന്ന് പോന്നപ്പോൾ തന്നെ 8 മണി 8:30 ആയി. ഏതായാലും നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല, അതിനൊരു സമാധാനം. യാത്രയിലുള്ള നിസ്കാരം എൻ്റെ പെണ്ണ് നിസ്കരിച്ചിട്ടുണ്ടോ? ജമ്മും കസറാക്കുന്ന അത് നിനക്കറിയോ? ഉസ്താദെ, ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടില്ല. പിന്നെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ സൗകര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഇറങ്ങി നിസ്കരിക്കും. അങ്ങനെയല്ലേ? അത് നല്ലൊരു ഉപകാരമാണല്ലേ, യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം. അത് ഞാൻ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. മറ്റേതൊരു ടെൻഷനാണ്, നിസ്കാരം തെറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട്. എൻ്റെ പെണ്ണെ, എന്നാൽ റെഡിയായി നിന്നോ. നിൻ്റെ പ്രിയപ്പെട്ട മമ്മയെയും പപ്പയെയും ഇതാ കാണുവാൻ വേണ്ടി ഇനി വെറും 10 മിനിറ്റാണ് മാത്രം ബാക്കിയുള്ളത്. നൂർ ഫാത്തിമയുടെ കണ്ണുകളിൽ ആ വെളിച്ചം വരുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചു. ആഹാ, സന്തോഷവതിയായല്ലോ. അത് നാഫിക്ക, പിന്നില്ലാതിരിക്കൂ. ശരിയാണ്, ജന്മം നൽകിയ മാതാവിനെയും തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയും കാണാമെന്ന് വെച്ചാൽ അതുതന്നെയല്ലേ ആരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ നൂർ ഫാത്തിമ, എന്നാൽ റെഡിയായിരുന്നോ? ദാ എത്തിത്തുടങ്ങി. വീട് മാറിയിട്ടൊന്നുമില്ലല്ലോ? ഹേയ് ഇല്ല, അതുതന്നെയാണ് വീട്. അതിന് നാഫിക്ക് എന്ന് പോയത് അങ്ങോട്ട്? ഒരുപാടായില്ലേ. ഞാനല്ലേ പിന്നെ അതിനിടയ്ക്ക് പോയത്. മമ്മയും പപ്പയും എന്നെ കൊണ്ടുവരാൻ വന്നപ്പോൾ പിന്നെ ഉമ്മയും ഉപ്പയും കൊണ്ടുവരാനും വന്നു കേട്ടോ. നാഫിക്കാക്ക് അത്ര അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മക്കും പപ്പക്കും നന്നായിട്ടറിയാം. പിന്നെ ഈ ഒരു വരവ് സർപ്രൈസാണ്, അവരറിഞ്ഞിട്ടില്ലല്ലോ. ഹേയ് ഇല്ല, ഞാൻ അറിയിച്ചിട്ടില്ല. അങ്ങനെ അതാ നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് വെറും 5 മിനിറ്റ് ദൂരം മാത്രം ബാക്കി. അവളുടെ വീട്ടിലേക്ക് തിരിയുന്ന ആ റോഡിൻ്റെ ഭാഗത്തായിട്ട് അവളുടെ അമ്മാവന്മാർ നിൽക്കുന്നതായിട്ട് നൂർ ഫാത്തിമ കണ്ടു. നാഫിക്ക, എന്താടി? എൻ്റെ അമ്മാവന്മാരിതാ അവിടെ നിൽക്കുന്നു. അമ്മാവന്മാരോ? അത് ശരി, ഓക്കെ. എന്താ നിർത്തണോ? ഹേയ് വേണ്ട. എന്താ? ഒന്നുമില്ല, നിങ്ങൾ വിട്ടോളി.
അതല്ല എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വേണ്ട നാഫിക്ക, നമ്മളോട് വലിയ ഇഷ്ടമല്ല. ഞാൻ മതം മാറി എന്ന് പറഞ്ഞ് എന്നോടൊന്നും മിണ്ടാറ് പോലുമില്ല. മമ്മയോട് വരെ പിണക്കായിരുന്നു. പിന്നെ അല്ലേക്ക് റെഡിയായത്. ഇപ്പം എന്താണെന്നാവും സ്ഥിതി എനിക്കറിയില്ല. അങ്ങനെ അതാ നൂർ ഫാത്തിമയുടെ വീടെത്തുന്നു. അവൾക്ക് സന്തോഷമായി. പഠിച്ചോനെ, മമ്മയും പപ്പയും സർപ്രൈസായിട്ട് വരുമ്പോൾ എന്ത് വിചാരിക്കുമാവോ? നൂർ ഫാത്തിമ പെട്ടെന്ന് മുന്നിലേക്ക് ചെന്നു. നാഫി വാ, ഞാനിവിടെ നിന്നോളാം, നീ ഫസ്റ്റ് ചെല്ല്. ഡിക്കിയിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് നൂർ ഫാത്തിമയുടെ അടുക്കൽ ഉസ്താദ് കൊടുക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങോട്ട് വെച്ച് തരാം. അതെല്ലാം ആ സിറ്റ് ഔട്ടിലേക്ക് വെച്ചു. ഇനി കോളിംഗ് ബെൽ അമർത്തിക്കോ. ഞാൻ തൽക്കാലം ഇവിടെ ഒന്ന് മാറി നിൽക്കാം. എന്താ പറയുന്നു നോക്കാലോ. അങ്ങനെ അതാ നൂർ ഫാത്തിമ കോളിംഗ് ബെൽ അമർത്തുന്നു. അകത്ത് മമ്മ. ആരാണ് ഈ സമയത്ത്? ഇച്ചായം വന്നിട്ടില്ലല്ലോ. ആരാണാവോ? ഇച്ചായം വരാൻ ടൈമും ആയിട്ടില്ല. നൂർ ഫാത്തിമയുടെ അമ്മ അതാ മുടിയെല്ലാം ഒതുക്കി കെട്ടി സാരി മടക്ക് കുത്തഴിച്ച് ക്ലിയറാക്കി ഫ്രണ്ടിലേക്ക് വരുന്നു. അവർ ആകാംക്ഷയോടെ ആരാണെന്ന് കരുതി വാതിൽ തുറന്നു. കർത്താവേ, ആരാണിത്? എൻ്റെ പൊന്നു മോളോ, റീനമോളെ എന്ന് പറഞ്ഞ് മമ്മ അതാ വേഗം സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്ന് അവളെ കൈ പിടിച്ച് അവളെ കെട്ടിപ്പിടിക്കുന്നു. മോളെ, എൻ്റെ പൊന്നു മോളെങ്ങനെ വന്നത്? മോളെ എവിടെ? നിൻ്റെ ഹസ്ബൻഡ് എവിടെ? ഇക്ക, നാഫിക്ക. ഉസ്താദിനെ നൂർ ഫാത്തിമ വിളിച്ചു. പെട്ടെന്ന് മമ്മ ആ ഒരു രംഗം കണ്ട് സത്യം പറഞ്ഞാൽ ഒന്ന് ഞെട്ടിത്തെറിച്ചു പോയി. അതെ, തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മനോഹരമായ വെളുത്ത വട്ടമുഖമുള്ള കറുത്ത ഇട തുറന്ന താടിയുള്ള മനോഹരമായ പുഞ്ചിരിയോടുകൂടി ഒരാൾ അതാ മമ്മയെ നോക്കി ചിരിക്കുന്നു. ഒരു നിമിഷം നൂർ ഫാത്തിമയുടെ മമ്മക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. കയറി മക്കളെ. എന്തൊക്കെയാ മമ്മ, സുഖല്ലേ? സുഖാണ്. എവിടെ പപ്പ? എവിടെ? പപ്പ ദാ ഇപ്പോൾ വരുമായിരിക്കും. ഷോപ്പിലേക്ക് പോയതാണ്. കയറി മക്കളെ. നിങ്ങളെന്താ ഇങ്ങനെ ഇത്ര സർപ്രൈസായിട്ട്? ഞാൻ പപ്പയ്ക്ക് വിളിക്കട്ടെ? ഹേയ്, ഒന്നും വേണ്ട കേട്ടോ. പപ്പയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പറയട്ടെ. ഇവിടെയാണെങ്കിലേ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഹേയ് മമ്മ, ഒരിക്കലും വേണ്ട. നിങ്ങൾ എന്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് അത് മതി ഞങ്ങൾക്കായിട്ട് ഇവിടെ ഒന്നും വേണ്ട. പപ്പ വരുമ്പോൾ വരട്ടെ, വിളിക്കണ്ട. നൂർ ഫാത്തിമ പറഞ്ഞു. മമ്മ വേണ്ട, പപ്പയെ വിളിക്കണ്ട, പപ്പ വന്നോളൂ. ഇനിയിപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് പെട്ടെന്ന് ഇവിടെ എത്താഞ്ഞ ഭയങ്കര ടെൻഷനായിരിക്കും. ഒന്നും പറയണ്ട, പപ്പ വരുമ്പോൾ വരട്ടെ, സർപ്രൈസ് ആയിക്കോട്ടെ. അതും എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്നെ തന്നെ ഞെട്ടിച്ചല്ലോ. എന്താ ഇപ്പോൾ ഞാൻ ചെയ്യുക? ഒന്നും ചെയ്യാല്ല, ഇരിക്കും മക്കളെ എന്ന് പറഞ്ഞ് നൂർ ഫാത്തിമയുടെ മമ്മ അവരെ സൽക്കരിച്ച് ഇരുത്തുകയാണ്. മോനെ, നീ വന്നിട്ട് ഒരുപാടായല്ലേ? പിന്നെ ഇവിളൊന്ന് കൊണ്ടുപോകാനായിട്ട് അന്ന് ഉമ്മയും ഉപ്പയൊക്കെ വന്നിരുന്നു. എപ്പോഴും അതാ വായിൽ വരെ, അതുകൊണ്ടാണ്. ഹേയ്, അതൊന്നും സാരല്ല, ഒക്കെ ഒന്ന് തന്നെയല്ലേ, ഉസ്താദ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ അമ്മയുടെ മുടിയൊക്കെ കാണുന്ന രീതിയിലായിരുന്നു. അവർക്കാണെങ്കിൽ ഒരുപാട് മുടിയുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദിൻ്റെ മുമ്പക്ക് അങ്ങനെ ഇറങ്ങിയത് മോശമായി പോയി എന്ന് കരുതിയിട്ട് നൂർ ഫാത്തിമയുടെ മമ്മ അകത്തേക്ക് പോയി ഒരു ഷോൾ എടുത്തുകൊണ്ട് തലയിലിട്ട് അങ്ങനെ അവരുടെ മുമ്പിൽ വന്നു നിന്നു. അതെ, ആള് അറിയാതെ ഞാൻ ആരാന്ന് വിചാരിച്ചിട്ടാണ് വാതിൽ തുറന്നത്. പക്ഷെ നിങ്ങളത് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ മമ്മക്ക് വല്ലാത്തൊരു ചമ്മലായിരുന്നു. മുടിയൊക്കെ അഴിച്ചിട്ടുകൊണ്ട് ഉസ്താദിൻ്റെയും ഒക്കെ മുമ്പിലേക്ക് വന്ന ആ രംഗം. അവർ പിന്നീട് ആ ഷാൾ എടുത്തിട്ടപ്പോൾ എന്താണെന്നറിയില്ല, നൂർ ഫാത്തിമ പറഞ്ഞു, മമ്മ ഷാൾ ഇട്ടപ്പോഴേ മമ്മക്ക് എന്തൊരു ഭംഗിയാണെന്നോ, നല്ല രസമുണ്ട് കേട്ടോ. മോളെ, അതൊന്നല്ല, എനിക്ക് ആകെ ചമ്മലായിപ്പോയി. കാരണം അവൻ്റെ മുമ്പൊക്കെ അങ്ങനെ നമ്മൾ ഇറങ്ങുകയെന്ന് പറയുമ്പോഴേ ബഹുമാനിക്കേണ്ട വ്യക്തികളല്ലേ അവരൊക്കെ. മമ്മ, അതൊന്നും സാരല്ല, എത്രയിലും അമ്മയല്ലേ, ഉമ്മയെപ്പോലെ തന്നെയല്ലേ. അതൊക്കെ ശരി തന്നെയാണ്, എന്നാലും നമ്മൾ ബഹുമാനിക്കേണ്ടടി. അതുമല്ല, അങ്ങനത്തെ പണ്ഡിതന്മാരായ ആളുകളൊക്കെ വരുമ്പോൾ മോളെ നീ ഒരു മുന്നറിയിപ്പ് തരണ്ടേ? നീ എന്ത് ഇങ്ങനെ വന്നത്? ഒന്നുമില്ല മമ്മ, അതെ അന്ന് അങ്ങനെ കണ്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് മമ്മയും പപ്പയും കാണാൻ കൊതിയായി, അങ്ങനെയാണ് ഞാൻ വന്നത്. അത് പറഞ്ഞപ്പോൾ അവിടുത്തെ ഉമ്മയും പറഞ്ഞു, അവളുടെ ആഗ്രഹമല്ലേ,
സാധിപ്പിച്ചു കൊടുത്ത്. മോളെ, എൻ്റെ കുട്ടീൻ്റെ വയറൊക്കെ ഒരുപാടായല്ലേ. ഓ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ ഇത്. ഓ, നമ്മളെ കുഞ്ഞുവാവ എന്ന് വരുന്ന വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയാണ് മോളെ. മോളിരിക്കേ, ഞാൻ ചായ ഉണ്ടാക്കട്ടെ. ഓ, സംസാരിച്ചിരുന്നിട്ട് മമ്മ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് തിളപ്പിച്ചു. അതാ ചായ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നു. മോളെ, ഒന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. നിങ്ങൾ വരുന്നത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഞാനും പപ്പയില്ല. രാത്രി ചപ്പാത്തിയോ 2 ചപ്പാത്തി ചുടും. അതിക്ക് എന്തെങ്കിലും കറി, എന്തെങ്കിലും ഒരു സാലഡോ ആയാൽ അത് മതി. പിന്നെ ആരും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഉച്ചക്കത്തെ ഭക്ഷണത്തിന് പിന്നെ പപ്പ വരാറുമില്ല. അപ്പം പിന്നെ ഞാൻ ഒറ്റക്കല്ലേ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും മീൻകറിയോ എന്തെങ്കിലുമൊക്കെ ബീഫൊക്കെ അങ്ങനെ വെക്കും. അതുതന്നെ ഞങ്ങൾക്ക് ധാരാളം. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. പിന്നെ ഇനിയോ പപ്പ വരുമ്പോൾ എപ്പോൾ സമയം വൈകുമോ അറിയില്ല. മമ്മ ചായ ഉണ്ടാക്കി. അതാ നൂർ ഫാത്തിമക്കും ഉസ്താദിനും കൊണ്ടുപോയി കൊടുക്കും. മക്കളെ, ഇത് കുടിക്കി. പിന്നെ എന്താ, നിങ്ങൾ ഇങ്ങനെ സർപ്രൈസായി വന്നപ്പോഴേ നമുക്ക് ഒന്നും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ പുറത്തുനിന്ന് വാങ്ങണ എത്ര നല്ലതല്ലോ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കട്ടോ. ഫുഡൊക്കെ ഞാൻ ഇപ്പം ഉണ്ടാക്കാം. തൽക്കാലം ഈ ചായ കുടിക്കേ. അതിലേക്ക് എന്തോ ഒരു ചെറിയ രീതിയിലുള്ള പലഹാരങ്ങളും കൊടുത്ത് മമ്മ തൽക്കാലം അവരെ സ്വീകരിച്ചിരുത്തി. വീട്ടിലേക്ക് ഒരു കാറ് വന്നത് കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള ആ അയൽവക്കത്ത് താമസിക്കുന്ന വാടക വീട്ടിലെ കുട്ടികളതാ ഓടി വരുന്നു. മമ്മ, മമ്മ, മക്കളെ, നിങ്ങൾ വന്നോ? ഓ, ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടറിയോ? ഇവിടെ ഇതാ ആരാണെന്നറിയോ? ഇത് മമ്മൻ്റെ മോളാണ് കേട്ടോ. ഇത് മമ്മയുടെ മോളാണ്. അറിയോ? ഇല്ല മമ്മ. മമ്മൻ്റെ മോളെ പേരെന്താ? അതിൽ കുറച്ച് മൂത്തൊരു കുട്ടിയാണ് അത് ചോദിച്ചത്. നൂർ ഫാത്തിമയുടെ മമ്മക്ക് എന്ത് പറയണം എന്നറിയില്ല ഒരു നിമിഷം. അത് നൂർ ഫാത്തിമയും കേട്ടു. അതെ, എൻ്റെ പേരെന്താ നിങ്ങൾക്കറിയോ? എൻ്റെ പേരാണ് നൂർ ഫാത്തിമ. പറയൂ. നൂർ ഫാത്തിമ അത് മുസ്ലിമിൻ്റെ പേരാണല്ലോ. മൂത്ത കുട്ടി അങ്ങനെയാണ് ചോദിച്ചത്. ആ കൂട്ടത്തിൽ മൂത്ത കുട്ടിയായ 8 വയസ്സുകാരിയുടെ ആ ഒരു ചോദ്യം കുറച്ച് ബുദ്ധിയും പക്വതയുള്ള കൂട്ടത്തിലാണ് ആ കുട്ടി. മമ്മ പറയും, മോളെ, അതിന് കുറച്ച് എന്താ പറയുക, ഒരു മെമ്മറി പവറൊക്കെ ഒരു കൂടുതലാണ്. എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടാണ്. അത് മതി. 8 വയസ്സായാലും നല്ലൊരു മെച്യൂരിറ്റി, നല്ലൊരു പക്വത ഉണ്ട്. ബാക്കിയുള്ള താഴെ 4 ഉള്ളതേ, അവരൊക്കെ നോക്കണ്ടേ. എന്നാലും നല്ലതാണ്. താത്ത എപ്പോഴെങ്കിലൊക്കെ വരും, ഇവിടെ അടിച്ചൊരു തുടച്ചൊക്കെ പോകും, പുല്ലൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പറയും അതൊന്നും വേണ്ട, പക്ഷേ ഞാൻ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അവർ വെറുതെ അങ്ങനെ വാങ്ങി കഴിക്കണ ഇഷ്ടമല്ല. പിന്നെയെന്ന് വെച്ചാൽ പലപ്പോഴും ഓരോ ഉപ്പാക്ക് സുഖം ഉണ്ടാവില്ല, പല അസുഖമാണ്. അപ്പോൾ പണിക്ക് പോകാൻ കഴിയുമ്പോൾ പോകും, അല്ലാത്തവർ വീട്ടിലിരിക്കും. അപ്പോൾ എന്നോട് നിൻ്റെ പപ്പ പറയും, മേരി, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കിട്ടോ. പാവം, അത്രക്കും ബുദ്ധിമുട്ടുള്ളൊരു സമയമല്ലേ അവർക്ക്. അയാളുടെ കാര്യമാണെങ്കിലും ഒക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളും അങ്ങനെയൊക്കെ ആയിട്ട്. മോളെ, മക്കളെപ്പോഴും ഓടി വരും. എനിക്കും തന്നെ ഒരു സന്തോഷമാണ് അവരുണ്ടാകുമ്പോഴേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടികളല്ലേ, ഞാനിവിടെ ഏതെങ്കിലും ഒഴിഞ്ഞിരിക്കല്ലേ. എനിക്കൊരേ ഒരു മോളുള്ളത് അത് നീയല്ലേ. നിന്നെ പിന്നെ കെട്ടിച്ച് പോവുകയും ചെയ്തു. പിന്നെ വല്ലപ്പോഴും കിട്ടെങ്കിലായി ഈ കുഞ്ഞു മക്കളെ കൂടെ ഇങ്ങനെ കളിക്കാനേ, അത് ഭയങ്കര രസമാണ്. നൂർ ഫാത്തിമ പെട്ടെന്ന് ആ കവറിൽ നിന്ന് എന്തൊക്കെയോ എടുത്തു മമ്മയുടെ കയ്യിൽ കൊടുത്തു. മമ്മ, ഇതൊക്കെ കൊടുത്തേക്കും. അവർ കൊണ്ടുവന്ന പല രീതിയിലുള്ള പലഹാരങ്ങളെല്ലാം അവർക്ക് എടുത്തു കൊടുത്തു. താങ്ക് യു നൂർത്ത, അതിൽ മൂത്ത പെൺകുട്ടി പറഞ്ഞു. മാഷാ അല്ലാ, അങ്ങനെയൊക്കെ പറയാനായിക്കണോ? അതെ, എപ്പോഴും എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ആരെന്ത് പറഞ്ഞാലും താങ്ക്സ് പറയണം എന്നുള്ളത്. ആണല്ലേ? ഓക്കെ. നൂർത്താനെ നിനക്ക് ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നൂർത്താൻ്റെ കൂടെ മോള് പോരുന്നോ? നൂർത്ത പെട്ടെന്ന് പോവോ? അതേ മോളെ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. നൂർത്താൻ്റെ ഹസ്ബൻഡിനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ വാ. അടുക്കളയിൽ നിന്ന് ആ കുട്ടികൾ അതാ ഉസ്താദിരിക്കുന്ന ആ ഭാഗത്തേക്ക് നൂർ ഫാത്തിമയുടെ കൂടെ വരുന്നു. നാഫിക്ക, ഇതാ എനിക്ക് കുറേ അനിയത്തിമാരും അനിയന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ആഹാ, ഇതൊക്കെ ആരാണ്? അതെ, എന്താ മോളുടെ പേര്? എൻ്റെ പേര് ഫാത്തിമ. മാഷാ അല്ലാ, നല്ല പേരാണല്ലോ. ഓഹോ, മറ്റേ ആളുടെ പേരെന്താ? അവളുടെ പേര് ആയിഷ എന്നാണ്. ആണോ? ഓഹ്, നല്ല അടിപൊളി പേരിട്ടോ. അവൻ്റെ പേര് മുഹമ്മദ് അഫ്ലഹ്. നിങ്ങൾ 3 കുട്ടികളേ ഉള്ളൂ? അല്ല, എൻ്റെ ഉമ്മാക്ക് ഞങ്ങളെക്കാളും ചെറിയ 2 കുട്ടികളുണ്ട്. ഒന്ന് സ്വാലിഹും ചെറുത് ത്വാഹിറും.
ആണല്ലേ, മാഷാ അല്ലാ. നിങ്ങൾ ഉമ്മാക്കുപ്പൊക്കെ 5 മക്കളാണോ? അതെ, 5 മക്കളാണ്. നിങ്ങൾ ഉസ്താദാണോ? അതേ മോളെ, ഞാൻ ഉസ്താദാണ്. എന്തേ? എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദും നിങ്ങളെപ്പോലെ ഉണ്ട്. അത് ചോദിച്ചത്. ഇതുപോലെ തലയിലൊക്കെ കെട്ടി വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. അതെന്താ ഉസ്താദ് നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത്? ഈ വീട്ടിലത്തവരൊക്കെ ക്രിസ്ത്യൻസ് ആണല്ലോ, പിന്നെന്താ ഉസ്താദ് ഇങ്ങോട്ടെത്തിയത്? അതുപോലെ നൂറത്ത് എന്താ തട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്? ആ കുട്ടിയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവർക്ക് എന്ത് പറയണം എന്ന് തോന്നിപ്പോയി. കാരണം ആ രീതിയിലുള്ള സംസാരം ഒരു 8 വയസ്സുകാരി അങ്ങനെയൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്രമാത്രം ഈ ലോകത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ക്രിസ്ത്യൻസ്, മുസ്ലിംസ് എന്നുള്ള രീതിയിലൊക്കെ. അതേ ഫാത്തിമ കുട്ടി, ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ ഈ വീട്ടിലെ നൂറത്തെ കല്യാണം കഴിച്ചു. അങ്ങനെയാണ് ഞാനിവിടേക്ക് വന്നത്. എന്താ പോരെ, സംശയം തീർന്നോ? ഉസ്താദേ, അവൾ തന്നെ ഉസ്താദ് എന്ന് വിളിക്കുന്നത് കേട്ട് ശരിക്കും ഉസ്താദിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. അതെ, താൻ പഠിപ്പിക്കുന്ന കുട്ടികൾ വിളിക്കുന്ന പോലെ തന്നെ ആ കുഞ്ഞു മോള് വിളിക്കുന്നത്. അതിലേറെ രസം എന്താണെന്ന് വെച്ചാൽ 8 വയസ്സുകാരിയായ ആ കുട്ടിയും തലയിൽ തട്ടമിട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഉസ്താദിന് വല്ലാത്തൊരു സന്തോഷം. നൂർ ഫാത്തിമയുടെ മമ്മ അങ്ങോട്ട് വന്നു. അതേ, എപ്പോഴും മക്കൾ ഇവിടെ ആയിരിക്കും. ചിലപ്പോഴേ ആ ഉമ്മയും പണിക്ക് പോവേ എന്തെങ്കിലുമൊക്കെ വീടുകളിലേക്ക് സഹായിച്ചു കൊടുക്കാനൊക്കെ. അവരുപ്പാക്ക് ഒരു വയ്യാത്ത മനുഷ്യനാണ്. അങ്ങനെ എപ്പോഴും പണിക്ക് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ ചിലപ്പം മക്കളെ ഇവിടെ ഒന്ന് ആക്കി പോകും. അല്ലെങ്കിൽ എന്നോട് പറയും, ചേട്ടത്തിയെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും. അപ്പം പിന്നെ പാവം മക്കളല്ലേ, ചെറിയ മക്കളല്ലേ. മൂത്തതിന് 8 വയസ്സെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ, അതിൻ്റെ താഴെയുള്ള മക്കളൊക്കെ ആ കുട്ടി നല്ലോണം നോക്കും. നല്ലൊരു പക്വതയുള്ള കുട്ടിയാണ്. എന്താ അറിയില്ല. അല്ലെങ്കിലും അങ്ങനത്തെവർക്കും അങ്ങനൊരു കഴിവ് കർത്താവ് കൊടുക്കുകയായിരിക്കും. അല്ലാതെ എന്താ പറയുക. ആ കുട്ടികളുടെ സംസാരം നൂർ ഫാത്തിമക്കും ഉസ്താദിനെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് ഓരോ സംശയവും കാര്യങ്ങളാണ് ആ മൂത്ത കുട്ടി ഫാത്തിമ ചോദിക്കുന്നത്. അപ്പോഴേക്കും അതാ പപ്പ എത്തുന്നു. പപ്പ, മോളെ, കാറ് കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട്. എന്തിപ്പോൾ ഇത് അവൻ്റെ കാറാണനും? പപ്പ സർപ്രൈസായി ഇങ്ങോട്ട് പോകുന്നു. അത് തന്നെ, നിങ്ങൾ എങ്ങനെ വന്നാലും എന്താണ് സന്തോഷമേ ഉള്ളൂ. മോനെ, എന്തൊക്കെയുണ്ട്? സുഖമാണ് പപ്പ. പിന്നെ എങ്ങനെ ഇപ്പോൾ വരാൻ തോന്നിയത്? അത് അവളൊരു ആഗ്രഹം പറഞ്ഞു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാലോ. നിങ്ങളെന്ന് പറഞ്ഞാലെന്താ, നിങ്ങളുടെ വീട് തന്നെയല്ലേ ഇതും. വേറെ ആർക്കാണ് ഈ വീട്? നിങ്ങൾക്കും കൂടെ ഉള്ളത് തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ. അതിനു വേണ്ടി ചോദിക്കും പറയൊന്നും വേണ്ടല്ലോ. എന്നാലും നിങ്ങൾ വന്നല്ലോ, മനസ്സിന് സന്തോഷമായി. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണാൻ കൊതിച്ച് നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മോളെ അവസ്ഥയിൽ കാണാൻ വന്നിട്ടുമില്ല. മോളെ, എൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? പപ്പ അവളെ ചേർത്ത് പിടിച്ചു, അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ ഒരു രംഗം കണ്ടിട്ട് ഉസ്താദിന് ശരിക്കും സങ്കടമായിപ്പോയി. പാവം, ഒരു പിതാവും മകളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം, അത് എത്രയൊക്കെ തന്നെ ആരൊക്കെ കൊടുക്കാൻ ശ്രമിച്ചാലും അത് കിട്ടില്ല. അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുകയാണ്. ഉസ്താദിൻ്റെ മനസ്സിൽ തോന്നി, ഇനി മെല്ലെ അങ്ങ് പോകാം. ഇനിയിപ്പോൾ ഞാൻ പുറത്തു പോയി റൂമൊന്ന് സെറ്റാക്കട്ടെ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അതവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഉസ്താദിന് തോന്നുകയാണ്. പക്ഷേ ഒരിക്കലും മമ്മയും പപ്പയും വിടുമെന്നുള്ള കാര്യത്തിൽ ഉസ്താദിന് ഉറപ്പില്ലായിരുന്നു. മമ്മ അപ്പോഴേക്കും ഭക്ഷണമെല്ലാം ഉണ്ടാക്കി. അവരെല്ലാവരും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. അവസാനമായി മമ്മയോടും പപ്പയോടുമായിട്ട് ഉസ്താദ് പറഞ്ഞു, മമ്മ, പപ്പ, എന്നാൽ ഞാനങ്ങോട്ട്. എങ്ങോട്ട് മോനെ? അല്ല, ഞാൻ ഒരു റൂം എടുത്ത് ഞാനൊന്ന് പുറത്ത് പോവാം, അതായിരിക്കും നല്ലത്. എന്താ മോനെ, നീ കണ്ടിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്കുള്ള റൂം? ഉസ്താദിനെ ആ റൂമിലേക്ക് നൂർ ഫാത്തിമ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഉസ്താദ് പുറത്ത് ആ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മോനെ, എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് ഇത്രയൊന്നും സൗകര്യം പോരെ? മോളെ, ആ റൂമൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. നീ എന്താ അവനെ അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോകാനത്? ഉസ്താദിനെ നൂർ ഫാത്തിമ പറഞ്ഞ്, നാഫിക്ക, ഇതാ നമ്മുടെ റൂം, ഇതാണ്, കണ്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴും ഉസ്താദ് പോകുമ്പോൾ നോക്കിയിരുന്നത് യേശു ക്രിസ്തു, അതെ, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ. അതാണ് ഉസ്താദ് അവിടെ കണ്ടത്. ആ ഫോട്ടോയിലേക്ക് ഉസ്താദ് നോക്കിയിരുന്നു. ഈസാനബിയുടെ രൂപം ഇതൊക്കെ തന്നെയായിരിക്കും വേണമെങ്കിൽ. അവരിൽ രൂപസാദൃശ്യമുള്ള ഒരാളെ തന്നെ കുരിശിലേറ്റി ഉപദ്രവിച്ച് അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് കേട്ടത്. അപ്പോൾ
ഏകദേശം ഈ രൂപക്കായിരിക്കും വേണമെങ്കിൽ ഈസാ നബി, അള്ളാഹു ആലം. ഉസ്താദ് അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഇനി ഉസ്താദ് പുറത്ത് റൂമിലേക്ക് പോയി താമസിക്കുമോ അതോ അവിടെ നിൽക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.